ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്ന കാര്യമെന്ന് പ്രധാനപ്പെട്ടത് ആയിട്ട് പറഞ്ഞത്, നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മറ്റു വീഡിയോകളിൽ വരുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് കേട്ടോ. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്കുകൾ ആർക്കും അത് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ അതിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ നമ്മളുടെ സാഫ് എന്ന ഫഞ്ചിസൈഡ് വെള്ളത്തിൽ കലക്കുന്നതാണ് ഒരു വീഡിയോ. അത് നന്നായി കൈകൊണ്ട് കലക്കുന്നതും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത്, കയ്യിലേക്ക് അങ്ങനെ കലക്കുന്ന സമയത്ത് നമുക്ക് അലർജി പോലത്തെ സാധനങ്ങളുണ്ട്. എന്തായാലും അതൊരു വിഷാംശമുള്ളൊരു സാധനമാണ്. അതങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവർ അനുകരിക്കും. നിങ്ങളെ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അനുകരിക്കില്ലേ. അതുപോലെ മറ്റൊരു വീഡിയോയിലുണ്ടായിരുന്നു, മാസ്കും അതുപോലെ ഗ്ലൗസും ഒന്നും ഇല്ലാതെ തന്നെ ഈ ഫഞ്ചിസൈഡ് ഈ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടി നിറയ്ക്കാനുള്ള പോട്ടിംഗ് മിക്സിൽ വെതറി വിടുന്നത്, വായുവിൽ ഭയങ്കര ശക്തിയായിട്ട് വെതറി വിടുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസകോശത്തിലേക്ക് എത്തും. ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്തോ വലിയൊരു കാര്യം ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നിയിട്ടായിരിക്കാം. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ള ഇതുള്ളൂ, നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അനുകരിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ചെടി വളർത്തുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഈ ഫഞ്ചിസൈഡ് കൈകൊണ്ട് ഇങ്ങനെ കലക്കുകയാണെങ്കിൽ അവരുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയാം. എനിക്ക് അതിനുശേഷം ഒരു അവാർഡ് കിട്ടി. ആ സന്തോഷമാണ് നിങ്ങളെ പങ്കുവയ്ക്കുന്ന ഒരു അഡീനിയം അവാർഡ്. ഞാൻ 2000 എൻ്റെ ഗാർഡനിങ് രംഗത്തേക്ക് ഇറങ്ങിയതാണ്. ഗാർഡനിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും ചെടികളുമായിട്ടുള്ള ബന്ധം ഞാൻ എൻ്റെ ഡീറ്റെയിലൊക്കെ പിന്നെ പറയാം. ഞാനൊരു ട്രെയിനറായിട്ട് പോകുന്ന ആളാണ്. അതാണ് പലപ്പോഴും പല ആളുകളും തോന്നുന്നത്, ഒരു ക്ലാസ് എടുക്കണ ശൈലിയിൽ ഇത് കൂടുതൽ പറയുന്നു. ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണ്, എൻജിനീയറിംഗ് കോളേജാണ്. അപ്പോൾ നമുക്ക് പഠിപ്പിക്കുന്ന ശൈലിയിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ആ ശൈലി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 2 വീഡിയോയിലെ ചെറിയ മിസ്റ്റേക്കുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. എനിക്ക് കിട്ടിയ അവാർഡ് എന്താണെന്ന് പറയാം. ഒരു നല്ലൊരു മെസ്സേജായിരുന്നു. ആ മെസ്സേജ് ഇത്രയാണ്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൻ്റെ ഒപ്പണം. ആ കഷ്ടം, ഇദ്ദേഹത്തെ പോലെ അഡീനിയത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇത് കെട്ട കാലം എന്ന് പറഞ്ഞൊരു മെസ്സേജ്. ആ മെസ്സേജിനെ എനിക്ക് 2000 തുടങ്ങിയ എൻ്റെ യാത്രയാണ് ഈ ചെടികളുമായി ബന്ധമുള്ള. ഇതിൻ്റെ ഒരു അവാർഡായിട്ട് ഞാൻ സ്വീകരിക്കുക. കാരണം എന്താ വെച്ചാൽ, നമ്മളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ ആരോ നമ്മൾ ഓർമ്മിപ്പിക്കുക, നമ്മളൊന്നും ആയിട്ടില്ല ഇതിൽ, ഇനിയും നിങ്ങൾ പഠിക്കണം, ഇനിയും നിങ്ങളിതിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വർഷവും പലപ്പോഴും യൂണിവേഴ്സിറ്റീൻ്റെ സെമിനാറുകൾ വന്നാലോ, പ്രൈവറ്റ് വല്ല സെമിനാറുകൾ വന്നാലോ, ഓൺലൈനിൽ വല്ല വെബിനാറുകൾ ഉണ്ടെങ്കിലോ ഒക്കെ ഞാൻ പങ്കെടുക്കും കേട്ടോ. കാരണം എന്താ അറിയോ, എനിക്കറിയാം നമ്മളൊന്നും ഇതിന് ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അഡീനിയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളടുത്ത് മിസ്റ്റേക്ക് വരുന്നത് കൊണ്ട് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അദ്ദേഹമാണ് ആരാണെന്ന് അറിയില്ല, ഒരു മെസ്സേജ് കണ്ടു. കാരണം ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിത് പഠിച്ചത് മുഴുവനായിട്ടില്ല, ഇനിയും കൂടുതൽ പഠിക്കണം. എന്നാലും നമ്മൾ മിസ്റ്റേക്കുകൾ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ അഡീനിയം ചെടിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറയുകയാണെങ്കിൽ അത് തിരുത്താൻ ഞാൻ ശ്രമിക്കും കേട്ടോ. അതിൽ ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങൾ കൂടുതൽ ഫോളോവേഴ്സുള്ള ആളുകളാവാം, വേറെ കൂടുതൽ സെയിൽ ചെയ്യുന്ന ആളുകളാവാം. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മളെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, എൻ്റെ മനസ്സിലുള്ള എക്സ്പീരിയൻസ് കേട്ടോ, ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടില്ല എന്ന് അദ്ദേഹം ഇതൊന്നും അറിയാത്ത രീതിയിൽ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. പക്ഷെ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഉള്ള ചെറിയ 24 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം, ചെറിയ മിസ്റ്റേക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ട്രെയിനറായിട്ട് വെഡ്ഡിങ് ക്രാഫ്റ്റിങ്ങിൻ്റെയും ബോൺസായി നിർമ്മാണത്തിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ നമ്മളതൊരു പുതിയ കാര്യമായിട്ടോ ഉള്ള പഴയ മിസ്റ്റേക്കുകളെ തുറന്നു കാണിച്ചിട്ടുള്ള വീഡിയോ നമ്മളുടേതായ ശൈലിയിൽ ക്ലാസ് എടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എൻ്റെ ആ വീഡിയോ അഡീനിയം പ്രൂണിങ് ഒരു അപാരത എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിന് കാരണം എന്താ വെച്ചാൽ, ഈ കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ ചെടിയിൽ ധാരാളം പൂക്കൾ വരുമെന്ന് പറഞ്ഞിട്ട് ധാരാളം പൂവുണ്ടായ ആൾക്കാർ കമൻ്റ് അയച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അതേപോലെ പൂവുണ്ടാവാത്ത ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. നമുക്കൊന്നുമല്ല, ഒരു ചെടീനെ കുറിച്ച് ആധികാരികമായി പഠിക്കണം. ആ ചെടിക്ക് വളരാനും അതിന് ഇല കൂടുതൽ വരാനും പൂവുണ്ടാവാനും എന്താണ് മിശ്രിതങ്ങൾ, ന്യൂട്രിയൻറ്റുകൾ ഏതാണെന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് ആ സാധനങ്ങൾ, കോഴിമുട്ടയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ അത് പറയുക, കോഴിമുട്ടയിൽ ഇന്ന മിശ്രിത സാധനങ്ങൾ, ന്യൂട്രിയൻറ്റുകളുണ്ട്, അതുകൊണ്ടാണ് ചെടി പൂവുണ്ടാവുന്നത്. അല്ലാതെ കോഴിമുട്ട ഇട്ട് കൊടുത്തു എന്ന് പറയും. ഇങ്ങനെ നമ്മളത് തിരുത്ത് വീഡിയോകൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ദേഷ്യം തോന്നരുത്. കാരണം നമ്മൾ അതിലെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് പറയുക. ഇനി ഞാൻ തിരുത്തിയ വീഡിയോയിൽ അത് എൻ്റെ തെറ്റാണെങ്കിൽ നിങ്ങളത് പറഞ്ഞു തന്നാൽ ഞാനത് തിരുത്തും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ശൈലിയിൽ പോകുന്നു. എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾ, നമ്മളാരും പറയാതെ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സായി പോയത് നമ്മളിത് ആവശ്യപ്പെട്ടിട്ടല്ല. വളരെ കുറച്ചിതിലേ നമ്മളങ്ങനെ പറയുള്ളൂ. കാരണം നമ്മളുടെ ഉദ്ദേശം നമ്മളുടെ അറിവുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്.
കാരണം നമ്മൾ പ്രധാനമായിട്ടും കുട്ടി കർഷകരെ, അത് കൃഷി ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തുക, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, അതാണ് നമ്മളുടെ ഈ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മുറിക്കണം. അങ്ങനെ മുറിച്ചാൽ ഈ സ്റ്റെമ്മ് മൂപ്പായ സ്റ്റെമ്മ, ആ മൂപ്പായ സ്റ്റെമ്മിൻ്റെ ഉള്ളിൽ നിന്ന് 28 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം മുകുളങ്ങൾ ഉണ്ടാവും. നമ്മളിത് കൃത്യമായ രീതിയിൽ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇവിടെയാണ് മുറിച്ചതെന്ന് കരുതുക, ഈ ഭാഗമാണ് മുറിച്ചതെങ്കിൽ ഇവിടെ നിന്ന് മുകുളം ഉണ്ടാവണമെങ്കിൽ ഈ കൊമ്പ് ആദ്യം മൂക്കണം. ആ കൊമ്പ് മൂത്തതിൻ്റെ ശേഷം അതിന്ന് മുകുളങ്ങൾ വരണം. അപ്പോൾ വീണ്ടും കാലതാമസം എടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഹാർഡായ സ്റ്റെമ്മാണ് പ്രൂൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ബ്ലാക്ക് നനയ്ക്കരുത്. കാര്യം നന കൂടുതൽ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ